വേടൻ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി പറയുന്നത് ജാഗ്രതക്കുറവ് പരിശോധിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഈ വലിയ തരത്തിലുള്ള വിമർശനം ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് കൈകാര്യം ചെയ്ത രീതിയെ സംബന്ധിച്ച്. ഞാൻ രണ്ട് രീതിയിലാണ് ഇതിനെ ഇത് ചെയ്യേണ്ടത്. ഒന്ന്, ഹൈബ്രിഡ് കഞ്ചാവ് അദ്ദേഹത്തിൻ്റെ ഒന്ന് പിടിച്ചെടുത്തു, ഒരു വിട്ടുവീഴ്ചയും പാടില്ല, നിയമപരമായിട്ടുള്ള എല്ലാ കേസും എടുക്കണം. കാരണം സിനിമ സൈറ്റിലും ഇങ്ങനത്തെ സൈറ്റിലും ഒക്കെ ഇതുള്ളത്, പ്രത്യേകിച്ച് ഇവരെ എല്ലാം വലിയ ഇൻഫ്ലുവൻസേഴ്സാണ്, സൊസൈറ്റിയിലെ ചെറുപ്പക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളാണ്. അവരിത് ഉപയോഗിക്കുക എന്ന് പറയുന്ന മെസ്സേജ് വളരെ മോശമാണ്. ആ കാര്യത്തിൽ അതിശക്തമായ നിയമപരമായ നടപടികൾ എടുക്കണം. മറ്റു വിഷയത്തിൽ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം ഓവറായി, അതായത് ഒരു പ്രപ്പോഷണലായിട്ട്, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരാളെ വഴക്ക് പറഞ്ഞു, എന്നെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? വഴക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കുക, ക്രിമിനൽ IPC പ്രകാരം ഞാൻ നിങ്ങളെ വഴക്ക് പറഞ്ഞു, നിങ്ങളെ ഇൻറ്റിമിഡേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുക, അതിനെന്നെ തൂക്കിക്കൊല്ലാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇതങ്ങോട്ടൊരു വലിയ കൊട്ടി ഘോഷിച്ച് ഒരു ചെറുപ്പക്കാരനെ ഇത് ചെയ്തു. അപ്പോൾ സമാനമായ കേസുകളിൽ അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നൊരു പൊതു ആക്ഷേപം വന്നിട്ടുണ്ട്. അത് ഗൗരവതരമായി പരിശോധിക്കണം. ഫോറസ്റ്റ് എക്സസ് ചെയ്തിട്ടുണ്ട് എന്നാണ് കൂടുതലായി ആ കാര്യത്തിൽ ചെയ്ത്, മറ്റേ കാര്യത്തിലല്ല കേട്ടോ. കാരണം ഞാൻ അത് പറയാൻ പാടില്ല മറ്റേ കാര്യത്തിൽ. കാരണം എൻഫോഴ്സ്മെൻറ്റ് സർക്കാർ ചെയ്യണം എന്ന് ഏറ്റവും ശക്തിയായിട്ട് ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് ഞാൻ. ചെയ്യുന്നില്ല എന്ന് പരാതിപ്പെട്ട ഒരാളാണ്. പോലീസും എക്സൈസും ഈ വിമുക്തിയും മറ്റേ ബോധവൽക്കരണമൊക്കെ മാറ്റിവെച്ച് എൻഫോഴ്സ്മെൻറ്റ് നടത്തിയാൽ അതിനെ പിന്തുണയ്ക്കും. അത് ഇതുമായിട്ട് കണക്ഷൻ ഇല്ല. ഈ രണ്ടാമത്തെ കാര്യത്തിൽ ഫോറസ്റ്റ് സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു പൊതുബോധം ഉണ്ടായിട്ടുണ്ട്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ച് അങ്ങനെ കൂടുതലായി ഈ ഒരു വാർത്താ പ്രാധാന്യത്തിലും മറ്റു കാര്യങ്ങൾക്കുമായി അയാളെ ഹരാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. ഈ മുനമ്പം വിഷയത്തിൽ രണ്ടാം ഘട്ട സമരം പ്രഖ്യാപിക്കുന്ന വേളയിൽ ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതം എന്നുള്ള നിലപാടാണ്. തങ്ങളെ പിന്തുണയ്ക്കുന്നവർക്കൊപ്പം നിൽക്കാം എന്നുള്ളൊരു നിലപാടാണ് സമരസമിതി ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ റിജിജു വന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായെന്നൊരു പറച്ചിലുണ്ട്. അല്ല, ആ സമരത്തിൻ്റെ കൂടെയാണല്ലോ ഞങ്ങൾ. ആ സമരത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ആ സമരപ്പന്തലിൽ പോയി നടത്തിയൊരു പ്രസംഗമുണ്ട്. ഇതിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. 3 കാര്യങ്ങൾ. ഒന്ന്, ഇത് വഖഫ് ഭൂമി അല്ല. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ പറഞ്ഞത് ഇത് വഖഫ് ഭൂമി അല്ല. ഇപ്പോൾ ഇത് ഭൂമി കൊടുത്ത സത്താർ സെട്ടിൻ്റെ കുടുംബം വഖഫ് ട്രൈബ്യൂണൽ പറഞ്ഞിരിക്കുന്നു ഭൂമി വഖഫല്ല. ഭൂമി ഏറ്റുവാങ്ങിയ ഫറൂഖ് കോളേജ് പറഞ്ഞിരിക്കുന്നു ഇത് വഖഫ് ഭൂമി അല്ല. അപ്പോൾ വഖഫ് ട്രൈബ്യൂണലിൽ അനുകൂല വിധി മുനമ്പത്തെ പാവപ്പെട്ടവർക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴാണ് സർക്കാർ പോയി അത് സ്റ്റേ ചെയ്തത്. ഒന്ന് ഞാൻ പറഞ്ഞ പോയിന്റ്. അതിന് 5 കാരണങ്ങൾ പറഞ്ഞിരുന്നു വഖഫ് ഭൂമി അല്ലാന്ന്. 2, ഞാൻ പറഞ്ഞത് ഇത് മതപരമായ ഒരു ഭിന്നിപ്പിന് വേണ്ടി ഉപയോഗിക്കരുത്. കേന്ദ്രത്തിൽ പെൻഡിങ് ഇരിക്കുന്ന വഖഫ് ബില്ലും ഈ മുനമ്പത്തെ വിഷയവും തമ്മിൽ ഒരു ബന്ധമില്ല. ആ വഖഫ് ബില്ല് പാസ്സായാലും മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ശരിയായില്ലേ? അതല്ലേ കിരൺ റിജ്ജു എന്ന് പറഞ്ഞത്. നിങ്ങൾ ആ പ്രസംഗം നോക്കുക. ഞാൻ ആദ്യമായി മുനമ്പത്ത് പോയപ്പോൾ അവരോട് പ്രസംഗം. 3ാമത് പറഞ്ഞത് ഇത് മതപരമായിട്ട് ഭിന്നിപ്പുണ്ടാകരുത്, കാരണം ഇതിൻ്റെ പുറകെ ചർച്ച് ബില്ല് വരും. ഇത് പാർലമെൻറ്റിൽ പാസ്സാക്കി അന്ന് RSSൻ്റെ ഓർഗനൈസറിൽ ഇട്ട എന്താ 7 കോടി ഹെക്ടർ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ കയ്യിലിരിക്കേണ്ടത് തിരിച്ചെടുക്കണമെന്നാണ് പറഞ്ഞത്. 3 കാര്യം അതിപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. അത് തന്നെയാണ് പ്രസക്തി. ഞങ്ങളുടെ നിലപാടാണ് ശരിയെന്ന് അത് അവർക്കറിയാം, മുനമ്പത്ത് സമരം ചെയ്യുന്നവർക്കറിയാം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വന്നാൽ ഞങ്ങളിത് 10 മിനിറ്റ് കൊണ്ട് ഇത് ക്ലോസ് ചെയ്യും. 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. എന്നെ ഒരുപാട് പരിഹസിക്കുന്നുണ്ട്, എന്തിനാണ് 10 മിനിറ്റ്. ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്നതാണ്. ഈ ഗവൺമെൻറ്റിന് സെക്ഷൻ 97 അനുസരിച്ച് ഒരു അധികാരമുണ്ട് വഖഫ് ബോർഡിനോട്. ആ വഖഫ് ബോർഡിനോട് പറഞ്ഞാൽ മതി ഇത് വഖഫ് ഭൂമി അല്ല എന്ന സ്റ്റാൻഡ് നിങ്ങൾ എടുത്താൽ മതി. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താ, എന്നെക്കുറിച്ചൊരു ഒരു ആക്ഷേപം വഖഫ് ബോർഡ് ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ വഖഫ് ബോർഡ് പറഞ്ഞിരിക്കുന്നത് എന്താ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമുള്ളത് അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്, ഇത് വഖഫ് ഭൂമിയാണെന്ന് കോടതി വിധികൾ രേഖകളുണ്ടെന്നാണ്. അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ഇത് വഖഫ് ഭൂമി ആണെങ്കിൽ ഈ പാവപ്പെട്ടവരവിടെ എൻക്രോച്ച് ചെയ്തവരാണ്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുനമ്പത്തെ ആളുകളെ സംരക്ഷിക്കും എന്നൊരു വാക്ക് അപ്പുറത്ത് പറയുകയും ഇപ്പുറത്ത് വഖഫ് ബോർഡിനെ കൊണ്ട് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയുകയും ചെയ്യുകയാണ്. ഇതാണ് ഇരട്ടത്താപ്പ്.